പേരൻസ് അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് കൊണ്ടാണ് കുട്ടികൾക്ക് സ്കൂളിൽ അഡ്ജസ്റ്റ് ആവാൻ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയിൽ കുട്ടികൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ കുട്ടികൾ ഫസ്റ്റ് ഡേ കരയുകയാണെങ്കിൽ അതെങ്ങനെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണ്. എൻ്റെ മോൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അവളെ അവിടെ വിട്ടിട്ട് പോകുവാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവൾ കരയും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മോളോട് പറഞ്ഞിരുന്നു, കുഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇരിക്കണം, അമ്മ പോയിട്ട് വേഗം വരാം എന്നൊക്കെ. പക്ഷേ അവർ നമ്മളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുമ്പോൾ ശരിക്കും നമുക്ക് അവരെ അവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ഇമോഷണലി റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. കുട്ടികൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? വിട്ടിട്ട് പോയാൽ ശരിയാകുമോ? ടീച്ചർ കെയർ ചെയ്യുമോ? ഇതൊക്കെയല്ലേ. ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. പക്ഷേ നമ്മുടെ റിയാക്ഷനാണ് സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ് ആക്കുന്നത്. കുഞ്ഞ് കരയുന്ന കാണുമ്പോൾ നമ്മൾ അവരെ കാമാക്കാൻ നോക്കും, ഹഗ് ചെയ്യും, അമ്മ ഇവിടെ തന്നെ ഉണ്ട്, കുഞ്ഞ് കരയണ്ട എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും ഇത് കേൾക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷനാവും. അമ്മ പോകുമോ ഇല്ലേ? ആൻസൈറ്റി കൂടും. അതിനു പകരം ഒരു ക്ലിയർ ഗുഡ് ബൈ ആണ് ബെറ്റർ. അമ്മ പോയിട്ട് വേഗം വരും, കുഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എക്സിറ്റ് ചെയ്യുക. ഡിലേ ചെയ്താൽ കരച്ചിൽ കൂടും. ചില പേരൻസ് കുട്ടികൾ ബിസി ആയിട്ടിരിക്കുമ്പോൾ പറയാതെ പോയി കളയും. അവർ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് എക്സ്ട്രീംലി റോങ് ആണ്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അമ്മ പറയാതെ വിട്ടിട്ട് പോയി എന്ന്. ഇത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കും. നെക്സ്റ്റ് ടൈം അവരെങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? സെപ്പറേഷൻ ആൻസൈറ്റി കൂടും. അതുകൊണ്ട് കുഞ്ഞു കരഞ്ഞാലും പറഞ്ഞിട്ട് പോകണം. പിന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ബ്രൈബിങ്. കരയാതിരുന്നാൽ ചോക്ലേറ്റ് വാങ്ങിത്തരാം, പാർക്കിൽ കൊണ്ടുപോകാം എന്നൊക്കെ പ്രോമിസ് ചെയ്യും. ഇതൊരു ഈസി ഷോർട്ട് കട്ടാണ്. പക്ഷേ പിന്നെ സ്കൂൾ ഒരു നെഗോഷിയേഷൻ സ്പേസ് ആവും. എല്ലാ ദിവസവും ഓഫർ കൊടുക്കേണ്ടി വരും. അതില്ലാതെ നമ്മുടെ വേർഡ്സ് അവർ വാല്യൂ ചെയ്യാതെയാവും. അതുകൊണ്ട് അത് ഒഴിവാക്കണം. അതിന് പകരം അവരുടെ ഫീലിങ്സ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, മോന് സങ്കടമായി അല്ലേ? അമ്മ പോകുമ്പോൾ കുഞ്ഞിന് വിഷമമാണെന്നറിയാം, അമ്മ സ്കൂൾ കഴിഞ്ഞ് വേഗം വരാം, അതുവരെ ടീച്ചറിൻ്റെ കൂടെ പോയി കളിക്കാം. ഇതുപോലെ അവരുടെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഒരിക്കലും നമ്മുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്യരുത്. നമ്മൾ പറയുന്ന വേർഡ്സിനേക്കാളും നമ്മുടെ ബോഡി ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവും. നമ്മൾ കാമാണെങ്കിൽ അവർക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് കിട്ടും. ആദ്യത്തെ കുറച്ച് ദിവസം കരച്ചിലുണ്ടാവും, ക്ലിങ്ങിനെസ് ഉണ്ടാവും, വീട്ടിൽ കുറച്ച് എക്സ്ട്രാ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അത് നോർമലാണ്. 1 or 2 വീക്സിൽ അത് ക്ലിയർ ആവും. പക്ഷേ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടും സെയിം ഇൻറ്റൻസിറ്റിയിൽ തന്നെയാണ് സ്കൂളിൽ പോകാൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യരുത്. അവർക്കവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. മടിയാണെന്ന് ലേബൽ ചെയ്ത് ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. കുഞ്ഞിന് വേണ്ടത് പെർഫെക്റ്റ് പ്രിപ്പറേഷൻ അല്ല, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എന്താ നടക്കാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവണം. നമ്മൾ കാമായിട്ടിരിക്കണം, അത് മതി. രാവിലെ തന്നെ ഷൗട്ട് ചെയ്ത് റഷ് ചെയ്ത് ടെൻഷൻ എടുത്താണ് റെഡി ആവുന്നതെങ്കിൽ സ്കൂൾ എക്സ്പീരിയൻസ് തന്നെ നെഗറ്റീവായിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. ഫസ്റ്റ് ഡേ മാത്രമല്ല, സ്കൂളിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷനാണ് ഇവിടെ ബിൽഡ് ആവുന്നത്. പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെയാണ് ഡെയിലി എക്സ്പീരിയൻസ് സ്മൂത്ത് ആക്കുന്നത്. സ്നാക്ക് അല്ലെങ്കിൽ ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്തു വിടാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സ്കൂളിനോട് തന്നെ അതൊരു ഇഷ്ടക്കേടാവും. പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എപ്പോഴും അവരുടെ ബാഗിൽ വെക്കണം, ആവശ്യം വന്നാൽ ചേഞ്ച് ചെയ്യാൻ. എന്തെങ്കിലും ഡിസ്കംഫർട്ടായ അവർ ഇൻസെക്യൂർ ആവും. പിന്നെ ഓൺ ടൈമിൽ സ്കൂളിലെത്തിക്കണം. ലേറ്റ് ആവുന്ന ഒരു ഹാബിറ്റായ ലേറ്റ് കമ്മറാണ് എന്നൊരു ലേബലാവും. കുട്ടികളത് വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ അത് മാറ്റിയെടുക്കാൻ നല്ല പാടാണ്. പിന്നെ ഒരു കാര്യം, പഠിക്കാൻ അവരെ ഫോഴ്സ് ചെയ്യരുത്. ആദ്യം അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ. ക്യൂരിയോസിറ്റിയാണ് അവരുടെ ലേണിംഗ് ഫ്യൂവൽ. കുഞ്ഞിനെ സ്കൂൾ അക്സെപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് ടീച്ചേഴ്സ് അല്ല, നിങ്ങളാണ്. നിങ്ങൾ കാമാണെങ്കിൽ അവർക്ക് സേഫ്റ്റി തോന്നും. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈസിയാവും. ഇതൊരു ട്രാൻസിഷൻ ഫേസാണ്. കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്താൽ ഇത് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആവും. പ്രിപ്പറേഷൻ പാർട്ട് മിസ്സായെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് റിയൽ എക്സ്പീരിയൻസസ് ആണ്.
യൂസ്ഫുൾ ആയെങ്കിൽ കമൻസിൽ പറയൂ. ഇതുപോലെ പേരൻറ്റിങ് മിസ്റ്റേക്സ് മനസ്സിലാക്കാനും കറക്റ്റ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you.